നമസ്കാരം പ്രിയരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. സമൂഹത്തിൽ ആരും കള്ളനായി ജനിക്കുന്നില്ല. ചില സാഹചര്യങ്ങളാണ് അവനെ കള്ളനാക്കുന്നത്. എന്റെ പേര് ബാബു. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും 7 മക്കളും. അതിൽ 4-മനായിരുന്നു ഞാൻ. ചെറുപ്പത്തിലെ വീട്ടിലെ പട്ടിണിയും പാടും കാരണം ഞാൻ ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തി. ആദ്യത്തെ മോഷണമെന്ന് പറയുന്നത് വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് വയലിന്റെ സൈഡിൽ നിൽക്കുന്ന തെങ്ങുകളിൽ നിന്ന് കരിക്ക് മോഷ്ടിച്ച് വിശപ്പടക്കുകയായിരുന്നു. പിന്നെ അത് ചെറുതായി വിപുലീകരിച്ചു. ഇപ്പോൾ എനിക്ക് 25 വയസ്സായി. അങ്ങനെ ഇന്ന് ഞാൻ ഒരു വീട്ടിൽ കയറി. പക്ഷേ ഇതുവരെയും സംഭവിക്കാത്ത രീതിയിൽ ഇത്രയും നല്ലൊരു രാത്രി അവിടെ എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. നല്ല ചോരിച്ചൊരിയുന്ന തണുപ്പുള്ള രാത്രി. സമയം രാത്രി 1 മണിയായി കാണും. ഞാൻ പതിയെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പതിവ് പോലെ ടൂൾസും എടുത്ത് ശബ്ദമുണ്ടാക്കാതെ വീട്ടിൽ നിന്നിറങ്ങി. രണ്ടും കൽപ്പിച്ച് ഇടറോഡിലൂടെ നടന്നു. കുറെ ദൂരം പിന്നിട്ടു. പറ്റിയ ഒരു വീട് കണ്ടുപിടിച്ചു. അവിടെ തന്നെ ആകട്ടെ ഇന്നത്തെ ഡ്യൂട്ടി. അങ്ങനെ ഞാൻ അവിടെ കയറാൻ തീരുമാനിച്ചു. ഒരു വാർത്ത വീടാണത്. തൊട്ടടുത്തെങ്ങും വേറെ ഒറ്റ വീടുകളും ഇല്ല. ഞാനൊരു ബനിയനും ബെർമുടയുമായിരുന്നു എന്റെ വേഷം. പരിസരം ഞാൻ നല്ലവണ്ണം വീക്ഷിച്ചു. ഇല്ല, ആരുമില്ല. ആ വീട്ടിൽ നായ ഉണ്ടോന്നൊന്ന് പരീക്ഷിച്ചു നോക്കി. ഇല്ല, അനക്കമൊന്നുമില്ല. പതിയെ ഞാൻ പുറകുവശത്തെ അടുക്കളവാതിൽക്കലെത്തി. കയ്യിലിരുന്ന ടൂൾസ് എടുത്ത് പതിയെ അടുക്കളവാതിൽ ചിക്കി തുറന്നു. വെളിച്ചം വളരെ കുറവാണ്. അകത്ത് ആരുടെയും അനക്കം കേൾക്കുന്നില്ല. അടുക്കളയിൽ നിന്ന് അകത്ത് ഹാളിലേക്കുള്ള കതക് തുറന്നു കിടക്കുന്നു. അവിടെ ആരുമില്ല. ആ അരണ്ട വെളിച്ചത്തിൽ തൊട്ടടുത്ത റൂമിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നു. അകത്ത് ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ ആ മുറിയിൽ ആളുണ്ട്. കുട്ടികളാരും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞരക്കമോ മുളലോ ഒക്കെ കേൾക്കാമായിരുന്നു. ഞാൻ ഓർത്തു. ഞാൻ പതിയെ ആ മുറിയിലേക്ക് കയറി. അവിടെയുള്ള ഒരു അലമാരി തുറക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. വീണ്ടും എന്റെ ശ്രമം തുടങ്ങി. നോ രക്ഷ. കുറെ സമയം നോക്കിയിട്ടും നടക്കുന്നില്ല. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? ഞാൻ മനസ്സിൽ ശപിച്ചു. പിന്നെ ബലം പിടിച്ചു തുറന്നാൽ ശബ്ദം കേൾക്കും. എന്തു ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് അല്പനേരം ഞാൻ അവിടെ തന്നെ നിന്നു. മുറിയിലെ കട്ടിലിൽ ആരോ മൂടിപ്പുതച്ച് കിടപ്പുണ്ട്. അത് നേരിയ വെളിച്ചത്തിൽ കാണാം. ആണാണോ പെണ്ണാണോ എന്നെനിക്കറിയത്തില്ല. കലശലായ തണുപ്പ് കൊണ്ട് മൊത്തത്തിൽ മൂടിപ്പുതച്ചാണ് കിടക്കുന്നത്. വീണ്ടും അലമാരയുടെ അടുത്ത് ചെന്ന് ഞാൻ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പെട്ടെന്നാണത് സംഭവിച്ചത്. പുറകിൽ നിന്ന് ആരോ എന്റെ തോളിൽ കയറി ഒരു പിടുത്തം. ഹോ, ഞാൻ ആകെ തണുത്തുറഞ്ഞതുപോലെയായി. പെട്ടെന്ന് ഞാൻ കുതറി മാറാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. പേടികൊണ്ടായിരിക്കണം, കാലുകൾ അനങ്ങുന്നില്ല. പുറകിലുള്ള ആളിന്റെ പിടി മുറുകുന്നു. പെട്ടെന്നൊരു തോർത്തെടുത്ത് എന്റെ 2 കൈയും പുറകോട്ട് വെച്ച് കെട്ടി. ഭയം കൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റിയില്ലെന്നതാണ് വാസ്തവം. ഞാൻ പതിയെ താഴേക്കിരുന്നു. നീ എവിടാടാ മോഷ്ടിക്കാൻ കയറിയത്? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ഞാൻ ആകെ ഞെട്ടി. ഒരു സ്ത്രീ സൗണ്ട്. നിന്നെ ഞാൻ ഇപ്പോൾ പോലീസിൽ ഏൽപ്പിക്കും. ആ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ. ആ മുഖമാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ പോലെ ഒരു നിഷ്കളങ്കത. കയ്യിലൊരു വെട്ടുകത്തിയും പിടിച്ചാണ് അക്കയുടെ നിൽപ്പ്. ആരാടാ നീ? നീ എവിടെ നിന്നാണ്? നീ ഇവിടെ നിന്ന് എന്തെല്ലാം മോഷ്ടിച്ചു? സത്യം പറയണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നിന്നെ പോലീസിനെ പിടിച്ചേൽപ്പിക്കും. നാട്ടുകാരെ ഞാൻ വിളിച്ചു കൂട്ടും. എന്താടാ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? വിളിക്കട്ടെ പോലീസിനെ? അക്കയാണെങ്കിൽ ഒരു പുരുഷനെ പോലെ ആക്രോശിച്ചു. എന്റെ അക്കയെ ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. പോലീസിനെ ഒന്നും വിളിക്കല്ലേ. ഞാൻ അങ്ങ് പോയി തരാം. ഞാൻ അങ്ങനെ പറയത്തക്ക കള്ളനൊന്നും അല്ലക്കെ. കള്ളനല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇവിടെ കയറിയത്? അതും ഈ 2 മണി സമയത്ത്? ഒക്കെ ഞാൻ മോഷ്ടിക്കാനാണ് കയറിയത്. പക്ഷേ എങ്കിലും ഞാനൊരു പ്രൊഫഷണൽ കള്ളനൊന്നുമല്ല. ഓഹോ, നീ ആള് കൊള്ളാമല്ലോടാ. കള്ളന്മാർക്കും ഗ്രേഡ് തസ്തികയുണ്ടോടാ? അവർ അത് ചോദിച്ചുകൊണ്ട് വലത്തെ കയ്യിലിരുന്ന വെട്ടുകത്തി ഇടത്തെ കൈയിലേക്ക് മാറ്റി പിടിച്ചു. ഒക്കെ ഞാൻ ആദ്യമായിട്ടാ. വീട്ടിലെ പട്ടിണി കാരണമാ മോഷ്ടിക്കാൻ കയറിയത്. എവിടാടാ നിന്റെ വീട്? അവർ ചോദിച്ചു. ഇവിടെയെങ്ങുമല്ല, കുറച്ചു ദൂരെയാ. അക്കയ്ക്ക് പറഞ്ഞാൽ അറിയത്തില്ല. അതേടാ, എല്ലാ കള്ളന്മാരും ഇത് തന്നെയാ പറയുന്നത്. എന്തിനാടാ നീ ഇവിടെ തന്നെ കയറിയത്? അത് ഇതൊരു സാധാരണക്കാരന്റെ വീടാണെന്ന് കരുതിയൊക്കെ. എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല. വീട്ടിലെ പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഒന്ന് മതി. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോടാ. വല്ല ജോലിക്കും പോയിക്കൂടായോ? അതൊക്കെ പണിയൊന്നുമില്ല.
ഇവിടെ ഇപ്പോൾ ബംഗാളികൾക്ക് കൂലി കുറച്ചു കൊടുത്താൽ മതിയെന്നുള്ളത് കൊണ്ട് നാട്ടിലുള്ളവർക്ക് പണിയില്ല. അതാണ് സത്യം. എടാ, എല്ലാ കള്ളന്മാർക്കും ഒരു ന്യായമുണ്ട് പറയാൻ. പിന്നെ നീ എന്നെ അക്കെ എന്ന് വിളിച്ചുള്ള നിന്റെ ആ അഭിനയവും കൊള്ളാം. നീ വിറയ്ക്കുന്നല്ലോടാ. ഒക്കെ അത് പേടിച്ചിട്ടാ ഞാൻ വിറയ്ക്കുന്നത്. ഞാൻ നിന്റെ കയ്യിലെ കെട്ടഴിക്കാം. പക്ഷേ മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന വെട്ടുകത്തിക്ക് പണിയാകും. അക്ക പറഞ്ഞുകൊണ്ട് എന്റെ കയ്യിലെ കെട്ടഴിച്ചു. എന്നിട്ട് എന്നോട് കട്ടിലിരുന്നോണം എന്ന് പറഞ്ഞിട്ട് ഹാളിലേക്ക് പോയി. ഞാൻ നോക്കിയപ്പോൾ ഹാളിലെ അലമാരയിൽ നിന്ന് അക്ക എന്തോ എടുത്ത് കുടിക്കുന്നു. എനിക്ക് കാര്യം മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ ഞാൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. എന്താടാ, നിനക്ക് വേണോ? വേണ്ടക്കെ, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. കൊള്ളാമല്ലോടാ നീ. പിന്നെ നീ എന്തോന്ന് കള്ളനാടാ. വേണമെങ്കിൽ ഒരു ചെറുത് നീ വിട്ടോ, നിനക്കൊരു ധൈര്യം കിട്ടും. അങ്ങനെ അവർ നിർബന്ധിപ്പിച്ച് എന്നെ ഒരെണ്ണം അടിപ്പിച്ചു. അക്കയുടെ ഭർത്താവിനെന്താ ജോലി? അങ്ങേര് പട്ടാളത്തിലടാ. ഇത്രയും സൗന്ദര്യമുള്ള അക്കയെ ഒറ്റയ്ക്കാക്കി ചേട്ടൻ എങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നു? എന്റെ ആ ചോദ്യം അവർക്ക് സുഖിച്ചെന്ന് തോന്നുന്നു. ഓ, ജീവിക്കണ്ടേടാ. ചേട്ടന്റെ മിലിറ്ററി കോട്ടയാ. ഇത് രണ്ടെണ്ണം വിട്ടേച്ച് രാത്രി കിടന്നിറങ്ങുമ്പോൾ ഒന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേര് എന്നെ കൊതിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ എന്നെ അതിനൊന്നും കിട്ടില്ല. അക്ക നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. രണ്ടെണ്ണം വിട്ടേന്റെ സംസാരമാ ഞാൻ മനസ്സിൽ ഓർത്തു. സംസാരത്തിനിടയിൽ ഞാൻ അക്കയെ അടിമുടിയൊന്ന് വീക്ഷിച്ചു. നല്ല ഒത്ത ഒരു ഉരുപ്പടി, ആവശ്യത്തിന് നീളവും അതിന് തക്ക തടിയും. ഇരുനിറമാണ്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും അധികം എല്ലാം ഉണ്ടക്കയ്ക്ക്. ഒരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു കാല് പൊക്കി കട്ടിലിൽ ചവിട്ടി നിന്ന് ചറവറാന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അക്കയെ കണ്ടപ്പോൾ എനിക്ക് അടിമുടി തരിച്ചു കയറി. എനിക്ക് ഒരെണ്ണം അടിച്ചപ്പോൾ അത് തലയ്ക്ക് പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുറെ നേരം സംസാരിച്ചിരുന്നു. കുറെ സംസാരിച്ചപ്പോൾ അക്ക പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എടാ, ഞാൻ നിന്റെ കഥ കേട്ട് വിശ്വസിക്കുമെന്നാണോ നീ കരുതിയത്? ഞാൻ നിന്റെ ചെറുപ്രായം നോക്കിയത് കൊണ്ടാ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇരുന്നത്. എന്നിട്ട് അടുത്ത ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വല്ലാത്ത ഒരു ചിരി ചിരിച്ചുകൊണ്ട് ഒരു ചോദ്യം. നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോടാ? അയ്യോ ഒക്കെ, ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കങ്ങ് പോയാൽ മതിയൊക്കെ, ഞാൻ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു. അതൊന്നുമല്ല, നീ എന്നെ ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോടാ. ഏടാ മോനെ. അയ്യോ അക്കെ, അക്കെ കണ്ടാൽ ആരാ ഒന്ന് നോക്കാത്തത്? അത് കേട്ടപ്പോൾ അവർക്കൊന്ന് സുഖിച്ചു. ഒരു ചിരി ചിരിച്ചുകൊണ്ട് കട്ടിലിൽ പൊക്കിവെച്ച കാൽ താഴ്ത്തി ഹാളിലേക്ക് വീണ്ടും നടന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് വേണോടാ? ഹാളിൽ നിന്ന് അക്ക വിളിച്ചു ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ ഇരുന്നു. അല്പം കഴിഞ്ഞ് അക്ക ഒരു ഗ്ലാസ്സിൽ എനിക്കും കൊണ്ടു തന്നു. ഞാനത് മേടിച്ചു കുടിച്ചു. അപ്പോഴത്തേക്കും എനിക്കൊരു ധൈര്യമൊക്കെ കൈവന്നു. അക്കയ്ക്ക് എന്തൊക്കെയോ ദുഃഖങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. കൂടുതലും ഭർത്താവ് കൂട്ടിനില്ലാത്തതിന്റെ ആയിരിക്കും ഞാൻ കരുതി. അങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് അക്ക എന്റെ അടുത്ത് കട്ടിലിൽ വന്നിരുന്നു. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയും. കാര്യം പറഞ്ഞിരുന്ന് അക്ക എന്റെ കൈപിടിച്ച് അക്കയുടെ മടിയിലേക്ക് വെച്ചു. ഞാൻ അനങ്ങിയില്ല. പിന്നെ അക്ക തന്നെ മുൻകൈയെടുത്ത് ഓരോരോ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ഞാൻ ഒന്നും അറിയാത്ത ഒരു യുവാവിനെ പോലെ ദൂരേക്ക് നോക്കിയിരുന്ന് തിരമാലകൾ കണ്ടു.